കേരള സ്റ്റോറി 2വിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമല്ലോ. വേണ്ടാത്തവരെ കൊണ്ട് ബീഫ് കഴിപ്പിക്കുകയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാടാ ഈ കൊച്ചു ട്രെയിലർ നടക്കുന്നത്? എന്നാൽ നമ്മൾ ഇവരോടൊക്കെ പറയണ്ടേ എന്താണ് റിയൽ കേരള സ്റ്റോറി എന്ന്? സിനിമയല്ല, പൊളിറ്റിക്സ് അല്ല, പ്യുവർ ഡെവലപ്മെന്റ് മാത്രം. ലോകത്തെ പല വെൽഫെയർ എക്കണോമിസ്റ്റുകളും പറയുന്ന പോലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു ആവറേജ് ഇൻകം ഉള്ള സംസ്ഥാനമായിട്ട് കൂടിയും നമ്മൾ പല സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിലും എല്ലാവരെക്കാളും മുന്നിലാണ്. 2021 NSO സർവേ പ്രകാരം കേരളത്തിന്റെ സാക്ഷരത എന്നത് 96.2%. ഇനി ആരോഗ്യ മേഖലയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ IMR അഥവാ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരി 25 ആയിരിക്കെ കേരളത്തിൻ്റെത് കേവലം 5 മാത്രമാണ്. ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. കൂടാതെ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തിയ ആദ്യ സംസ്ഥാനങ്ങളിലൊന്നായി മാറി നമ്മുടെ കേരളം. നമ്മുടെ പല സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും വികസിത രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്നവയാണ്. അവയുടെ അത്ര പോലും വ്യാവസായിക വളർച്ചയില്ലെങ്കിൽ കൂടിയും. നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള അമർത്യ സെന്റെ കേപ്പബിലിറ്റി അപ്രോച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരു രാജ്യത്തിന്റെ വികസനം എന്നത് ആ രാജ്യത്തെ വരുമാനം ഉയർത്തുക എന്നതിലും അപ്പുറം ആ രാജ്യത്തെ ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതിലാണ്. കേരള സംസ്ഥാനം ഫോക്കസ് ചെയ്യുന്നത് സംസ്ഥാന വരുമാനം ഉയർത്തുക എന്നതിനപ്പുറം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡൈസസുകളിൽ ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പെർഫെക്റ്റ് അല്ല, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കടക്കെണി, അതുപോലെ തൊഴിലില്ലായ്മ, ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും കേരള സംസ്ഥാനം നേരിടുന്നെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യാറില്ല. സിനിമ ഒരു കഥ പറയും, എന്നാൽ ഡേറ്റ സത്യം പറയും.